എൻ്റെ പള്ളിയുടെ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങിയ ഗേറ്റിൻ്റെ ഇരുവശവും പോസ്റ്ററുകളുണ്ടാവും, ഫ്ലെക്സ് ബോർഡുകളുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയുടെ തിരുനാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളി നടക്കുന്ന ധ്യാനം, അല്ലെങ്കിൽ ഊട്ടുസദ്യ. മാറി മാറി ഒരു തവണ പോലും കണ്ടിട്ടില്ല 2 സ്ഥലങ്ങളിലും ഏതെങ്കിലുമൊക്കെ പരസ്യം ഉണ്ടാവും. ഇത് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നണമെന്നറിയാമോ? ഞാൻ വിചാരിക്കും ഈ കൊല്ലക്കുടിയിൽ എന്തിനാണ് സൂചി വയ്ക്കുന്നത്, അല്ലെങ്കിൽ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് എന്തിനാണ് മണലേറ്റി അടിക്കുന്നത്, അങ്ങനത്തെ പരിപാടിയിലേക്ക് കാണിക്കുന്നത്. ഏതെങ്കിലും ഹോസ്പിറ്റലുകാർ വേറൊരു ഹോസ്പിറ്റലിൻ്റെ പരസ്യം അവരുടെ മുറ്റത്തുകൊണ്ടെന്ന് വയ്ക്കും. ഏതെങ്കിലും സ്കൂളുകാർ വേറൊരു സ്കൂളിൻ്റെ പരസ്യം കൊണ്ട് മുറ്റത്ത് കൊണ്ടുവന്ന് വയ്ക്കും. ഇല്ല, പക്ഷേ ഇവിടെ ഒരു പള്ളിയുടെ പരസ്യം വേറെ പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് വയ്ക്കും. ഇവരെന്താ പറയണമെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന കർത്താവിനേക്കാൾ കേവനായ കർത്താവ് ഞങ്ങളുടെ പള്ളിയിലുണ്ട്, ഇവിടെ ഇരിക്കുന്ന വിശുദ്ധനേക്കാൾ പവർഫുള്ളായിട്ടുള്ളൊരു വിശുദ്ധൻ ഞങ്ങളുടെ പള്ളിയിലുണ്ട്, നിങ്ങളങ്ങോട്ട് പോര്. ഇതെന്നെ പരിപാടിയാണ്. ഇത് വേഗത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന അസുഖമാണ്. ഒരു ചെറിയ പള്ളിയുടെ പെരുന്നാൾ നടന്നാൽ പോലും ആ പള്ളിയുടെ പോസ്റ്ററും വലിയ ഓർഡിങ്ങും വഴി നീളെ റോട്ടിൽ ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുകയാണ്. എന്തിനാ? വി ആർ നോട്ട് റണ്ണിങ് എ ബിസിനസ്. പള്ളി ഒരു കച്ചവട സ്ഥാപനമല്ല. നമ്മളെന്താ മനസ്സിലാക്കാത്തത്? ഇന്നത്തെ ഗോസ്പലിലുള്ള 2 അന്ധന്മാരുണ്ടല്ലോ, അവിടെ ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ? ഇവരോട് ഈശോ പറയുന്നുണ്ട്, സുഖപ്പെടുത്തി കഴിഞ്ഞിട്ട്, നിങ്ങളിത് ആരോടും പറയില്ല കേട്ടോ. ഇവന്മാരെന്ത് ചെയ്ത്? ഇവന്മാർ നാട് മുഴുവൻ നടന്നത് പാട്ടാക്കി. പക്ഷേ അവരൊരു മര്യാദ കാണിച്ചെന്നറിയാമോ? അവർ പറഞ്ഞത് ഞങ്ങൾക്ക് അത്ഭുതം കിട്ടിയ സ്ഥലം അതാണ്, അവിടെ പോകണമെന്നല്ല പറഞ്ഞത്. അവനെക്കുറിച്ചുള്ള കീർത്തി, അവനെക്കുറിച്ചുള്ള ക്രിസ്തുവിനെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. നമുക്കൊരു അത്ഭുതം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്? അവിടെ പോകണോട്ടോ, അവിടെ സൂപ്പർ സ്ഥലമാണ്, അവിടെ പോകണമെന്ന് പറയും. നമ്മ അവൻ്റെ അടുത്ത് പോകണമെന്ന് പറയുന്നില്ല. ഈ അന്ധന്മാർ കാണിച്ച മര്യാദ അതാണ്. അവർ പറഞ്ഞത് എന്താ? അവൻ്റെ അടുത്ത് പോകണം, ക്രിസ്തുവിൻ്റെ അടുത്ത് പോകണം, ഇന്ന സ്ഥലത്ത് പോകണമെന്നല്ല പറഞ്ഞത്. ഇനി ആർക്കെങ്കിലുമൊക്കെ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൈ നീട്ടി പിടിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഫോട്ടോ ഇല്ലേ, ആ ഫോട്ടോ അടിച്ചിട്ട് താഴെ ഏവർക്കും സ്വാഗതം എന്ന് എഴുതുക. എന്നിട്ട് ഒരു പള്ളിയുടെയും അഡ്രസ്സ് വയ്ക്കാതിരിക്കുക. ക്രിസ്തുവിനെതിരെ എന്തിനാണ് മത്സരിക്കുന്നത്?